ഹലോ ഗൈസ്, ഇന്ന് ഞാനും അമൃതേച്ചിയും മൂഫയും കൂടെ നമ്മൾ SM സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. ഞാനൊരു ചെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു SM സ്ട്രീറ്റിലുള്ള ചൈന മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ചേച്ചിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ചേച്ചിക്കും അങ്ങനത്തെ ഒരു ചെയിൻ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ചൈന മാർക്കറ്റിലെത്തി ഗൈസ്. ചേച്ചി ഫസ്റ്റ് തന്നെ ചെയിൻ്റെ സെക്ഷനിലേക്ക് പോയി. ചെയിൻസിനൊക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഗോൾഡൻ കളറായിട്ടും റോസ് ഗോൾഡായിട്ടും സിൽവർ കളറൊക്കെ ആയിട്ട് നല്ല അടിപൊളി ചെയിൻസ് വരുന്നുണ്ട്. ഈ ചെയിൻസിനൊക്കെ 20 റുപ്പീസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെയിൻസിന് മാത്രമല്ല, ഇവിടെ വരുന്ന ബാക്കി എല്ലാ പ്രോഡക്ട്സിനും ഭയങ്കര റേറ്റ് കുറവാണ്. ഭയങ്കര അഫോർഡബിൾ പ്രൈസാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. കുറച്ച് പൈസ നമ്മളെ കയ്യിൽ കൊണ്ടുവരിക. ട്രഡീഷണൽ വെയർസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ചെയിൻസൊക്കെ ഉണ്ട്. അതും അഫോർഡബിൾ റേറ്റാണ്. ഓൺലി 100 റുപ്പീസാണ് ഇത് സ്റ്റാർട്ടിങ് പ്രൈസ്. പിന്നെ കിഡ്സിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡ്സ്, ബൺസ്, റിബൺസ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. അതും സ്റ്റാർട്ടിങ് 10 റുപ്പീസാണ് ഗൈസ്. ഈ കാണുന്ന എല്ലാ പ്രൊഡക്ട്സും സ്റ്റാർട്ട് ചെയ്യുന്നത് 10 റുപ്പീസിലാണ്. ക്രാബ്സും ഈ ഹെയർ ബാൻഡ്സും റിബണും എല്ലാം 10 റുപ്പീസിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ചെയിനിന് 130 റുപ്പീസേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ചെയിന്. ഇനി ഈ സൈഡിലേക്ക് പോയാൽ ഫുള്ള് നെക്ലേസാണ്. നെക്ലേസ് വിത്ത് സ്റ്റഡ്സും വരുന്നുണ്ട്. ഈ ഒരു നെക്ലേസിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വെറും 40 റുപ്പീസാണ്. ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിലും 40 റുപ്പീസാണ്. നല്ല സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസുകൾ വരുന്ന നെക്ലേസുകളാണ്. പിന്നെ നെക്സ്റ്റ് സെക്ഷനിൽ ഫുൾ വാച്ചസ് ആയിരുന്നു. ഈ വാച്ചസിനൊക്കെ 250, 200 മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. പിന്നെ അമൃതേച്ചിൻ്റെ മോൾക്ക് പറ്റിയിട്ടുള്ള ഹെയർ ബാൻഡ്സും ബൺസും ക്രാബ്സൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. ഈ ടൈനി ക്രാബ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 5 റുപ്പീസിലാണ്. പിന്നെ വേറൊരു സൈഡിൽ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ടോയ്സ് ഉണ്ടായിരുന്നു. ഡിന്നർ സെറ്റ്, ബാർബി ഡോൾസ്, അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സൈഡിൽ ലേഡീസിന് ആവശ്യമായിട്ടുള്ള റേസേഴ്സ് ഉണ്ടായിരുന്നു. ഫേസ് മാസ്ക് ഉണ്ടായിരുന്നു. പ്രൈമേഴ്സ്, ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ് എല്ലാം ഉണ്ടായിരുന്നു. നെയിൽ പോളിഷൊക്കെ ഭയങ്കര വെറൈറ്റി കളക്ഷൻസ് ആയിരുന്നു. ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടായിരുന്നു. 30 റുപ്പീസാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. 30, 40 ആ ഒരു റേഞ്ചിലേക്കാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. ലിപ്സ്റ്റിക്ക്, ലിപ് ലൈനേഴ്സ്, ലിപ് ഗ്ലോസിൻ്റെ ഒക്കെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതും വളരെ അഫോർഡബിൾ പ്രൈസിന് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് സെഷനിൽ ഫുള്ള് സ്റ്റഡ്സ് ആയിരുന്നു. സ്റ്റഡ്സിൻ്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആയിരുന്നു. 5 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5, 10 ആ ഒരു റേഞ്ചിലാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റഡ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നല്ല ബാംഗിൾസ് ഉണ്ടായിരുന്നു. നമുക്ക് ട്രഡീഷണലായിട്ടും അല്ലാതെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ബാംഗിൾസ് ഉണ്ടായിരുന്നു. ഈ ഒരു ബാംഗിൾ സെറ്റിന് വെറും 30 റുപ്പീസാണ് വരുന്നത്. പിന്നെ നല്ല അടിപൊളി ജുംക്കാസ് ഉണ്ടായിരുന്നു. 30 റുപ്പീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സെറ്റ് മൊത്തം 30 റുപ്പീസാണ്. നല്ല അടിപൊളി കളക്ഷൻസാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെക്കാളും കുറച്ചുകൂടെ വലിയ സൈസിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. അത് 100 റുപ്പീസാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. നല്ല വെറൈറ്റി കളക്ഷൻസ് ഇതിലുണ്ടായിരുന്നു. പിന്നെ അടുത്ത സെഷനിൽ ഫുൾ ഒരു ബാംഗിൾ ബ്രേസ്ലെറ്റ് ടൈപ്പ് ഉണ്ടായിരുന്നു. അതിന് 100 റുപ്പീസാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതും വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. കയ്യിലിട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ റിങ്ങിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു. നല്ല റിങ്സ് ആയിരുന്നു. സ്റ്റാർട്ടിങ് 10 റുപ്പീസാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് ചെരുപ്പിൻ്റെയും ബാഗിൻ്റെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ടോയ്സിൻ്റെ ഒക്കെ ആയിട്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കൊന്നും അങ്ങനെ കയറിയിട്ടില്ല. ഫാൻസിയിൽ തന്നെയാണ് കൂടുതലും നിന്നത്. അതിനുശേഷം ഞങ്ങൾ സൺഡേ മോളിൽ പോയി. ഇതിൻ്റെ ഉള്ളിലൊരു ലോകം തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഉള്ളിൽ കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ പല 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 ഷോപ്സ് അതിൻ്റെ ഉള്ളിലേക്കായിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനും. പിന്നെ പ്രൊഡക്ട്സ് ആണെങ്കിലും വാങ്ങാനും നല്ല അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. ഞാൻ ചൈന മാർക്കറ്റിൻ്റെ പറഞ്ഞതുപോലെ തന്നെ സെയിം റേറ്റാണ് ഇവിടെയും വരുന്നത് എല്ലാത്തിനും. പക്ഷേ കുറച്ചുകൂടെ വാസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു ഇതായിട്ട് തോന്നി. ഫാൻസി ഐറ്റംസിൻ്റെ മാത്രമല്ല, ടോയ്സ് ആയാലും ബാഗ്സ് ആയാലും നമുക്ക് ട്രാവൽ ബാഗ്സ് ആയാലും എന്ത് കൈൻഡ് ഓഫ് ബാഗ്സ് ആയാലും പിന്നെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ക്ലോത്ത്സ് ആയാലും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉള്ളിലേക്കായിട്ട് ഷോപ്സ് ആയിട്ടുണ്ടായിരുന്നു ഈ സൺഡേ മോളിൽ. ഈ ഒരു ബാങ്കിൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് സ്റ്റാർട്ടിംഗ് റേറ്റ് 30 റുപ്പീസേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചൈന മാർക്കറ്റൊന്നും സൺഡേ മോളിൽ നിന്നൊക്കെ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഓഫീസിലേക്ക് പോയി. ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഇറങ്ങിയതാണ് ആക്ച്വലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.